61 സാം സേവ്യർ കെആർ. 8ാമത്തെ പ്ലട്ടൂണിനെ കണ്ണൂർ. 9ാമത്തെ പ്ലട്ടൂണിന് ആലപ്പുഴ ജില്ലയിലെ 10ാമത്തെ പ്ലട്ടൂൺ 315 9105 ജിപ്സൺ ബഹുമാന്യനായ കമാൻഡന്റ് അവർ അദ്ദേഹം ഈ ഡയസിൽ എത്തിച്ചേരുന്നതോടുകൂടി കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ആശയവും അഭിലാഷമായതും ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും നിഷ്പക്ഷമായും അറിവും കഴിവും കാര്യക്ഷമത എന്ന നിലയിൽ back.
കൈമാറ് അഖിൽ കുമാർ എൻ. പോലീസിൽ പല കാര്യങ്ങളിലും പ്രത്യേകം വിഭാഗങ്ങളുള്ളതുപോലെ എല്ലാതരം പരിശീലനവും പൂർത്തിയാക്കിയ ഏതൊരു ആപൽഘട്ടത്തെയും നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസ് സേനയിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആവശ്യമായ നടപടികൾ തുടർന്ന് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ, ഫിനോളജി, വിക്ടിമോളജി, സൈബർ ഫോറൻസിക്, സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ, പ്രായമായവർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർമാർ അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയാണ്. അത് പോലീസിൻ്റെ മാനവിക മുഖം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഇടയാക്കും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ പോലീസ് സിലബസ്, പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള സിലബസ് പരിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാലാനുസൃതമായുള്ള ഒരുപാട് മാറ്റങ്ങൾ സിലബസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് മുറികളിലുള്ള തിയറി പഠനം മാത്രമല്ല, മറ്റ് പരിശീലനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഡ്രൈവിങ്ങും നീന്തലും കമാൻഡോ ട്രെയിനിങ്ങും ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ്ങും എല്ലാം ലഭിച്ചവരാണ് നിങ്ങളെല്ലാവരും. ഇതിൻ്റെ എല്ലാം ഭാഗമായുള്ള വിവിധ പരീക്ഷകൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് നിങ്ങൾ ഇന്ന് സേനയുടെ ഭാഗമായി മാറുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി നാം കാണുന്നത്, എല്ലാ പാസിംഗ് ഔട്ട് പരേഡിലും കാണാൻ കഴിയുന്നൊരു വസ്തുത, ഒട്ടേറെ മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലീസിൻ്റെ ഭാഗമായി മാറുന്നുവെന്നാണ്. നിങ്ങളും ആ കൂട്ടത്തിൽ തന്നെയാണ്. അതിൻ്റെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോ ബിരുദത്തിൻ്റെയും ബിരുദാനന്തര ബിരുദത്തിൻ്റെയും ഒന്നും കണക്കുകൾ ഞാനിപ്പോൾ എടുത്ത് ഉദ്ധരിക്കുന്നില്ല. എല്ലാ പാസിംഗ് ഔട്ട് പരേഡുകളിലും കാണുന്നൊരു പ്രത്യേകതയാണിത്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജോലികളിലും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, അത് ഡോക്ടറേറ്റ് ഉള്ളവരടക്കം എത്തിപ്പെടുന്നു എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. ഇതും പോലീസിൻ്റെ വലിയ തോതിലുള്ള കരുത്ത് വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പോലീസിന് പുതിയൊരു മുഖം നൽകുന്നതിനും ഇത് വഴിവെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. ജനങ്ങളോട് ഏറ്റവും അടുത്തിടപഴകുന്ന ഒരു വിഭാഗമാണ് പോലീസ്. കേരളത്തിലെ പോലീസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് നമ്മുടെ രാജ്യം ശ്രദ്ധിച്ച ഒരു ദുരന്തം ഒരിടത്ത് നടന്നപ്പോൾ അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളോട് ചോദിച്ചതായിട്ട് മാധ്യമ വാർത്തകൾ വന്നു. എന്താണ് ഒരു ഡ്രൈവറുടെ കാര്യത്തിൽ ഇത്രയധികം ഒച്ചയും ബഹളവും ഉണ്ടാകുന്നത്? അത് ഇവിടുത്തെ ഒരു പോലീസുകാരന് ചോദിക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ പോലീസിൻ്റെ രീതികളെ മാറിപ്പോയി. അത്രമാത്രം മാനവിക മുഖം പോലീസിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായി വരുന്ന വാർത്ത, ഒരു കുട്ടിയെ കാണാതായി. എത്ര മികവാർന്ന രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത്. ആ ശ്രദ്ധയുടെയും കരുതലിൻ്റെയും ഭാഗമായിട്ട് കൂടിയാണല്ലോ വിശാഖപട്ടണത്തിൽ വെച്ചിട്ട് ആ കുട്ടിയെ അവിടെയുള്ള ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ
അത്തരത്തിലുള്ള ഇടപെടലുകൾ, ഒരു പ്രശ്നം, ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആ കുഞ്ഞായാലും ആളായാലും ആരായാലും അത് നമ്മുടെ നാടിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ കാണാനും പെരുമാറാനും ഇടപെടാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് സേന മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അൾഡ് ലോങ് സൈൻ എന്ന ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സേനാംഗങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ പോലീസ് സർവീസ് അവർകൾ ബഹുമാന്യനായ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ